ഗുണ്ടാസ്തോലിന്റെ ശാപം മുറിയും പിന്നെ അല്പം റിയൽ എസ്റ്റേറ്റ് ശുശ്രൂഷയും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പൂച്ചാണ്ടി ഗുണ്ടാസ്തോലിന്റെ കോക്കാമ്പീച്ചി കണ്ട് ആരെങ്കിലും സിരിച്ച് ശ്വാസം പുറത്തോട്ട് വിടാൻ മറന്ന് മരിച്ചുപോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തുടങ്ങുകയാണ്. 100% സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന വിദ്യാസമ്പന്നരുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത് എന്നോർക്കണം. ഗുണ്ടാസ്തോലൻ ഒരു ചെറിയ പുള്ളിയല്ല. വചനപ്രഘോഷണം കഴിഞ്ഞ് ഒഴിവു സമയങ്ങൾ ഉല്ലാസകരമാക്കുവാൻ കൊട്ടേഷൻ പണിക്ക് പോകുന്നയാൾ. വസ്തു കച്ചവടത്തിനും വണ്ടി കച്ചവടത്തിനും പോകും. ഇതിനിടയ്ക്ക് അണ്ടിയാപ്പീസിൽ അണ്ടി തല്ലാനും പോകും. പുള്ളി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ശാപം മുറിക്കലാണ്. ശാപം അങ്ങോട്ട് എടുത്തു വെച്ച് നല്ല കഷണങ്ങളായി പീസായി മുറിച്ചെടുക്കും. ഒന്നുപോലും പൊടിഞ്ഞു പോകില്ല. ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്നുമാണ് ശാപം പൊടിഞ്ഞു പോകാതെ നല്ല ഹലുവ കഷ്ണങ്ങൾ പോലെ മുറിക്കുവാൻ ഗുണ്ടാസ്തോലൻ പഠിച്ചെടുത്തത്. വീട്ടിൽ കിടന്ന് കൂതറ വേളം ഉണ്ടാക്കിയ തള്ളയാന്നോർത്തോണം. പിന്നെ നിങ്ങൾ ആരോടും പറയാതിരിക്കാമെങ്കിൽ ഞാനൊരു പരമ രഹസ്യം പറയാം. ആശാന് ദിവ്യദൃഷ്ടിയുണ്ട്. ദിവ്യദൃഷ്ടി. ആരെങ്കിലും അതിന് മാറുന്നത് ബേസിക് തണ്ടപ്പ് രജിസ്റ്ററിൽ വളമുണ്ടാക്കുന്നത് എത്ര വലിയ ഭൂമിയും നോക്കി അളവ് ഊഹിച്ചു പറയുന്ന ഒരു മുടിഞ്ഞ കഴിവുള്ള ആളാണ് ഇദ്ദേഹം. ഈ മുത്തിനെ കണ്ണുവെക്കല് കേട്ടോ. ഒരേ സമയത്ത് 3-4 വീടുകളിൽ കയറും. ഇനിയത്തെ പരിപാടികൾ അങ്ങനെയാണ്. ശാപത്തെ എല്ലാം ബ്രേക്ക് ചെയ്യാ. 4 സെന്റ് ഉണ്ടോ? ഇത് 4 സെന്റാന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഞങ്ങൾ അളന്നിട്ടില്ല. ഒന്ന് അളന്ന് നോക്കിയോ? 4-ന് കുറച്ച് കുറവുണ്ട്. കാരണം ആ വലതുവശത്ത് ചെറിയൊരു അതിര് കാണും. ഉണ്ട്. ആ അതിരിലാണ് എന്തോ സംഭവം നടന്നിരിക്കുന്നത്. അതെ. ഞാൻ ആ മൂലക്കോട്ട് പോയിട്ട് ആദ്യം ഇവിടുന്ന് തുടങ്ങാം. ശാപം മുറിക്കാൻ പോവാ. എടാ, എവിടൊക്കെ ആഭിചാരം വേണേലും കുഴിച്ചിട്ടോണം. സകലത ഞാൻ ചവിട്ടി പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഒരു പച്ച കളർ പെയിന്റ് അടിച്ചത്. കാരണം അത് വേറൊരു ഗ്രൂപ്പ് അടിക്കുന്ന പെയിന്റാ അല്ലേ? പക്ഷെ പുള്ളി അടിച്ചിരിക്കുന്നത് ഓക്കെ ശരിയാകോ മാമി? ആണ്. പക്ഷെ ഈ പച്ച കളർ പെയിന്റ് അടിച്ച വീട്ടിൽ 1-2 മരണം നടന്ന വീടാ. നടന്നു. സ്ത്രീയാണോ മരിച്ചത്? അതെ. ആണോ മാമി? ഹൊറർ സിനിമ കണ്ടില്ല? ഇപ്പൊ കണ്ടോണം. അങ്ങോട്ട് നോക്കണ്ട. ഈ എന്നെ നോക്കിയാ മതി. അങ്ങോട്ട് നോക്കിയാ കിട്ടത്തില്ല. നിക്കുന്നേ പ്രേതവുമായിട്ടുള്ള കളി. ഇനി എന്താ ഇവിടെ നിൽക്കുന്നേ? പാതി തലമുടി നരച്ചൊരു സ്ത്രീയാണ്. എന്താ നിൽക്കുന്നേ? പോകരുതോ? ഇസാങ്കാലത്ത് എന്റെ അവകാശമാണ്. ഇരി അവിടെ. ടാറ്റ. ഈ വസ്തു ഗതി പിടിക്കത്തില്ല. നമ്മൾ ഒരു കോൺഗ്രസ്സുകാരനാണോ? അല്ല. പിന്നെ CPM. ഞങ്ങളുടെ വീട്ടിൽ പണ്ടെടുത്ത് മുള്ളുവേലി കെട്ടി. അപ്പുറത്തെ വസ്തുക്കാര് 3-ാം പക്കം ഞാനത് വലിച്ചു പറിച്ച് ഞാനും ഇന്ന് ഹെവൻലി ഫീസിലെ ശുശ്രൂഷകനായിരിക്കുന്നത് രാജീവ്, പിന്നെ വേറൊരു ശുശ്രൂഷകനുണ്ട്. പുള്ളി ഇപ്പോഴും ശുശ്രൂഷകനാണ്. ഞങ്ങൾ 3 ശുശ്രൂഷകന്മാരൂടെ ചേർന്ന് വലിച്ചു പറിച്ച് കൊണ്ടുപോയി കോണ്ടസ വൈറ്റർമ വാങ്ങിച്ചു കുടിച്ചു. അത് വിറ്റ്. തലമുറകൾക്ക് മുമ്പ് വെട്ടിപ്പിടിച്ച ചില ശാപത്തിന് ദൈവം എടുത്ത് കളയും. ഒരു വെട്ടിപ്പിടിച്ച ശാപം കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. എത്ര സെന്റ് ഉണ്ട്? അത് 3 ഏക്കർ 10 സെന്റ്. ഞാൻ ഒരു കണക്കൂടെ പറയാം. 3 ഏക്കർ 10 അല്ലായിരുന്നു, അത് കൂടുതലുണ്ടായിരുന്നു. അളന്ന് നോക്കുമ്പോൾ ഇപ്പൊ 3 ഏക്കർ 9.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ മൊത്തം കണക്ക് 3 ഏക്കർ 24 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഞാനൊരു കൊച്ചു മുതലാളിയാ. മുതലാളി സ്ഥലമൊന്നും ഇല്ല നമുക്ക്. ഇത് വിൽക്കാനാണോ? അതെ, വിൽക്കാനാണോ? വിൽക്കണം. അതെ. വിറ്റാലേ ചില കാശ് കയ്യിലുള്ളൂ. തരും.
ദശാംശം തരും. ദശാംശം ഞാൻ വാങ്ങിക്കും. ഇപ്പൊ താമസിക്കുന്ന ആ വീടോ, ആ റോഡിനോട് ചേർന്നിരിക്കുന്ന വീട്, അതാരുടെയാ? അത് പുള്ളിക്കാരത്തിയുടെ വീടാണ്. ആണോ? അതെ. റോഡ് ചേർന്നിരിക്കുന്ന ഒരു വീട്, അതെ, അതെ. അതാരുടെയാ? മുതലാളി. അതെ. ഓ, 5 സെന്റ് തരാൻ ആരും ഇല്ലടാ. പോയി ഒരുത്തരും ഇല്ലടാ ഇത് കണ്ടിട്ട് ഒരു 5 സെന്റ് തരാൻ. ഓ, ആ ജീവിക്ക്. ഇനിയുണ്ടോ സ്ഥലം? വീട് സ്ഥലമോ? അതെത്ര സെന്റാ? മോക്ക് കൊടുത്ത് എത്ര സെന്റാ? അതെത്ര സെന്റ് ഉണ്ട്? അത് 1 ഏക്കർ 10 സെന്റ്. അത് 1 ഏക്കർ 10 സെന്റ്. 3 ഏക്കർ 10 സെന്റ്, 1 ഏക്കർ 10 സെന്റ്, 4 ഏക്കർ 20, 20 ഇതെത്ര? 50. ഭീകരോ. 4 ഏക്കർ 70 സെന്റിന്റെ മുതലാളി. ഇനിയുണ്ടോ? എത്ര റോഡ് സൈഡിൽ? എത്ര? 50 സെന്റ് വേറെ. കർത്താവേ, ദശാംശം തരുമോ? ഓ, യേശുവിന്റെ നാമത്തിൽ അത് വിറ്റു പോട്ടെ. ഓ, ഹല്ലേലൂയ. ഉള്ള ചില്ലറ കൊണ്ട് പോവാം. എനിക്ക് കരുനാഗപ്പള്ളി നേരം ഇച്ചിരി അച്ചാർ കൊണ്ടുവന്നായിരുന്നു. ഞാൻ അതായിരുന്നു. ഓ, മാമയായിരുന്നു. താങ്ക് യു. ഹല്ലേലൂയ. കർത്താവ് ഇനിയും വർദ്ധിപ്പിക്കട്ടെ. ഇതൊക്കെ ഞാൻ പരസ്യത്തിൽ വിളിച്ച് പറയും കേട്ടോ. എൻ്റെ ദശാംശം ഇതൊക്കെ അന്ന് ഞാൻ കളയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. മുട്ട തന്നാലും നന്ദിയോടെ സ്വീകരിക്കും. ശാപത്തിന്റെ വേര് വെട്ടാൻ പോവാ. ചെല്ലൻ വഴി വന്നത് ഇന്ന് വെട്ടാൻ പോവാ. അറിയാവോ ചെല്ലൻ? അറിയാവോ ചെല്ലൻ ആരാന്നറിയോ? അറിയോ? മേളോട്ട് നോക്കി. അറിയാവോ? ഇപ്പൊ മനസ്സിലായോ ആരാ? പേരെന്താ? സന്ധ്യ. ഭർത്താവിന്റെ പേര്? ബാബു. നിങ്ങളുടെ ബാബു? ബാബു ആരാ? ഭർത്താവ്. ബാബുവിന്റെ അപ്പന്റെ പേര്? അമ്മരൻ. അമ്മരൻ. അമ്മരന്റെ അപ്പൻ ചെല്ലൻ. ചെല്ലൻ, അമരൻ, ബാബു വഴി വന്നത് ഇന്നിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകും. ശാപം അവസാനിപ്പിക്കാൻ പോകും. പ്രാർത്ഥനയാലും ഉപവാസത്താലൊന്നും ഈ പൂച്ചാണ്ടി നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുക മാത്രമല്ല, നിങ്ങളുടെ അരിഞ്ഞാണവും കൂടി പറിച്ചുകൊണ്ടേ ഈ ശാപം പോകത്തുള്ളൂ. ശ്രീ റോണിയുടെ പെട തുടങ്ങുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു മൊണ്ണവിശ്വാസിയുടെ യഥാർത്ഥത്തിലുള്ള കഷ്ടകാലം തുടങ്ങുന്നത് എരന്നു തിന്നുന്നവനെ തുരന്നു തിന്നുന്ന കള്ളപ്പാസ്റ്റർമാരുടെയും പാതിരികളുടെയും കഷ്ടത്തിലേക്ക് തല വെച്ച് കൊടുക്കുന്ന ആ നിമിഷം മുതലാണ്. പിന്നെ ഈ കള്ളന്മാർ കീ കൊടുത്തു വിടുന്നതിനനുസരിച്ചിട്ടാണ് പിന്നീട് ഈ മൊണ്ണവിശ്വാസികൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ചാടിക്കളിക്കുന്ന കുച്ചിരാമന്മാരായി കള്ളക്കാല പാസ്റ്റർമാരുടെ പാട്ടിൻ്റെയും താളത്തിൻ്റെയും ചവിട്ടുനാടകത്തിൻ്റെയും ഭാഗമായി ഇവരിങ്ങനെ ഈ മൊണ്ണവിശ്വാസികളെ ചാടിക്കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കയറിക്കിടക്കാൻ ഒരു വീടും ചെറിയ സ്ഥലവും ഉണ്ടെങ്കിൽ ഈ കള്ള ഗുണ്ടാ പാസ്റ്റർമാരുടെ പുറകെ ഇറങ്ങി ഇവന്മാരുടെ ശാപം മുറിക്കൽ എന്ന് പറഞ്ഞ വസ്തുക്കച്ചവട തട്ടിപ്പിൽ കൊണ്ടുപോയി കളയരുത്. അത് നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും. ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കാര്യം വീണ്ടും പറഞ്ഞു കൊള്ളട്ടെ. വിശുദ്ധ വേദപുസ്തകം എടുത്ത് കള്ളത്തരത്തിനും കൊള്ളയ്ക്കും ഗുണ്ടാപ്പണിക്കും കൊണ്ടു നടക്കുന്ന കള്ള പാസ്റ്റർമാരെ കണ്ടാൽ ഞാൻ പ്രതികരിച്ചിരിക്കും. അതുകൊണ്ട് മറ്റു മതങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ക്രിസ്തുവിനെ കൊള്ളയടിക്കുന്ന കള്ളന്മാരാണ് എൻ്റെ വിഷയം. നീയൊക്കെ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനാണ് പഴി. മക്കൾക്ക് അരിമേടിക്കാൻ കാശില്ലെങ്കിലും കടം മേടിച്ച് ഗുണ്ടാ പാസ്റ്റർമാരുടെ ചവിട്ടുനാടകത്തിന് പോകുന്നവരും അങ്ങ് UK നിന്ന് അമേരിക്കയിൽ നിന്ന് ഇവന്മാരുടെ അനുഗ്രഹം മേടിക്കാൻ കേരളത്തിലേക്ക് പറന്നിറങ്ങുന്നവർക്കായി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ മുക്കിന് പെട്ടിക്കട പോലെ തുറന്നു വെച്ചിരിക്കുകയാണ് ഈ കള്ള പാസ്റ്റർമാരുടെ പൈശാചിക കേന്ദ്രങ്ങൾ. ദിവസവും വൻ പ്രവചനങ്ങളും ശാപമുറിക്കലുമാണ്. കപട ആത്മീയത കവിഞ്ഞൊഴുകയാണ്. പക്ഷേ 15 വർഷം മുമ്പ് മാതാപിതാക്കൾക്ക് സ്വസ്ഥതയോടെ മക്കളോടൊപ്പം കഴിയാമായിരുന്നു, കിടന്നുറങ്ങാമായിരുന്നു. പക്ഷേ ഇന്നോ പല മാതാപിതാക്കൾ ഉറങ്ങാൻ കിടക്കുന്ന ഭയത്തോടെയാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ആത്മീയ വളർച്ചയുടെ അവസ്ഥ. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ പ്രവചനങ്ങളുടെ വളർച്ച.
ഈ കള്ളക്കപട പാസ്റ്റർമാരുടെ ഒരു കലാപരിപാടിയാണ് ഇപ്പോഴത്തെ ശാപം മുറിക്കൽ. നേരെ ചൊവ്വേ ബൈബിൾ വായിച്ചിട്ടുള്ള മൊണ്ണയല്ലാത്തവർക്കറിയാം ശാപം മുറിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല എന്നുള്ളത്. ശാപം മുറിക്കാൻ ഇറങ്ങുന്ന ഈ കള്ള പാസ്റ്റർമാരെ കണ്ടം വഴി ഓടിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ശാപങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാത്ത ശാപങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആ ശാപം മുറിക്കലിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ മറവിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും കേക്ക് മുറിക്കലും മീൻ മുറിക്കലും നടത്തുന്ന കള്ള പാസ്റ്റർമാരാണ്. നിങ്ങളുടെ ശാപം മുറിക്കാൻ ഈ കള്ളക്കാല പാസ്റ്റർമാരുടെ അടുത്തോട്ട് പോകുന്ന മരമൊണ്ണകളോടാണ് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോണം. ഒരാൾ വളരെ പണ്ട് തന്നെ ശാപത്തിൽ കിടന്ന നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതും തൻ്റെ ജീവൻ കാൽവരിയിൽ ശാപമായി നൽകിയാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ആ സ്നേഹനിധിയായ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അറിയാമോ മുണ്ണകളെ, നിങ്ങളുടെ ശാപം മുറിക്കൽ പണ്ടേ കഴിഞ്ഞതാണ്. അതിൻ്റെ പ്രൈസും ദൈവം കൊടുത്തതാണ്. സംശയമുണ്ടെങ്കിൽ ഗലാത്യർ 3-ാം അധ്യായം അതിൻ്റെ 13 എടുത്തൊന്ന് വായിച്ച് നോക്കണം. മരത്തിന്മേൽ തൂങ്ങുന്നവർ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. കേട്ടോ? അപ്പോൾ ഇന്ന് പണത്തിനു വേണ്ടി ശാപം മുറിക്കാൻ നിൽക്കുന്ന ഈ കള്ളക്കാലന്മാരുടെ അടുത്തേക്ക് ഓടുന്ന നിങ്ങളെ മരമൊണ്ണകളെന്നല്ലാതെ പിന്നെ എന്തോ ആണ് വിളിക്കേണ്ടത്? പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വിശുദ്ധ മരമൊണ്ണകൾ എന്ന് വിളിക്കാം. ഇന്ന് ശാപം മുറിക്കൽ, കൂടോത്രം കുഴിക്കൽ, കൈവശമിളക്കൽ, പ്രേതങ്ങളോടുള്ള സംസാരം എന്നീ കലാപരിപാടികൾ ഏറ്റവും അധികം ചിലവാകുന്നത് 100% സാക്ഷരത നേടിയ മലയാളികളുടെ ഇടയിലാണ്. നിങ്ങളുടെ അതിരുകളിൽ കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെയും നിങ്ങളുടെ അയൽക്കാരെ കൂടി തെറ്റിച്ച് അതൊരു കൊലപാതകം വരെ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലെ സെപ്റ്റി ടാങ്കുകൾക്ക് കോട്ടിട്ട് ബെൽറ്റ് കെട്ടി ഇറങ്ങിയ കള്ള പാസ്റ്റർമാരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ ശാപം മുറിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇവന്മാരുടെ കാര്യം വിചിത്രമാണ്. നിങ്ങൾക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 2-3 തലമുറയിലുള്ള ആൾക്കാരെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് അറിവുള്ളൂ. പക്ഷേ ഈ ഗുണ്ടാപാസിനോട് ചോദിച്ചാൽ നിങ്ങളുടെ 5-ാമത്തെ തലമുറയിലെയും 6-ാമത്തെ തലമുറയിലെയും ആൾക്കാരുടെ പേരും നാളും ഒക്കെ ഇവൻ പ്രവചിച്ച് പറയും. കാരണം അവർ ചേരനായിരുന്നെന്നും ചോളനായിരുന്നെന്നും പാണ്ഡ്യനായിരുന്നെന്നും ഒക്കെ ഇവൻ പറയും. എന്നിട്ട് അവരുടെ ശാപം മുറിക്കാനാണ് ഇവൻ നിങ്ങളുടെ വസ്തുക്കളും ഒക്കെ അടക്കം അതിൽ വിറ്റ് അതിൻ്റെ കമ്മീഷൻ മേടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ കലാപരിപാടികൾക്ക് ജയ് വിളിക്കാനും സ്തോത്രം പറയാനുമാണ് ഈ മരമണ്ണ കുഞ്ഞുങ്ങൾ അവിടെ പോയി നിൽക്കുന്നത്. ഈ കള്ളപ്രവാചകന്മാരുടെ അപ്പന്മാരാരാണെന്ന് ചോദിച്ചാൽ അമ്മമാർ ചൂണ്ടി പറഞ്ഞു കൊടുത്ത അറിവേ അവന്മാർക്കുള്ളൂ. പക്ഷേ ഇവൻ്റെ പുറകെ പോകുന്ന മരമണ്ണങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ പ്രവാചകൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തങ്കച്ചൻ തോമാച്ചൻ എന്നൊക്കെ പേര് വിളിച്ചാൽ ഇറങ്ങി വന്നെന്നുള്ളത്. ഈ മരമണ്ണ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന ഈ കള്ളന്മാർ, പ്രത്യേകിച്ച് ഈ ഗുണ്ടാ പ്രവാചകൻ, അവൻ ഇന്ന് വരെ കാശ് കൊടുത്തൊരു ബൈബിള് വാങ്ങി വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വല്ലവരുടെയും കയ്യിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ളതല്ലാതെ അവൻ അതിനെക്കുറിച്ചൊന്നും അവന് യാതൊരു അറിവില്ല. അറിവുണ്ടെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ കൊള്ളയടിക്കാൻ ഇറങ്ങുകയല്ലോ. അതുകൊണ്ട് അപ്പൻ്റെ ശാപമുണ്ട്, വല്യപ്പൻ്റെ ശാപമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന്മാരോട്, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ നടക്കുന്ന ഈ മൊണ്ണകളോട് ഞാനൊരു കാര്യം പറയുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കണം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. ഇവിടെ ഇത് വായിക്കുന്നവർക്കറിയാം അപ്പൻ്റെ ശാപമില്ലെന്നും വല്യപ്പൻ്റെ ശാപമില്ല എന്നുള്ളതും. ഇന്ന് നിങ്ങളുടെ വസ്തുവിലും വീട്ടിലും ശാപമുണ്ടെന്ന് പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കെണിയിൽ പോയി നിങ്ങൾ ദയവ് ചെയ്ത് വീഴരുത്. അയൽവക്കത്തുള്ളവൻ്റെ ആസ്തിയാണെന്ന് ഞാൻ ദരിദ്രനാണ്, ശാപം പിടിച്ചവനാണ് എന്ന് സ്വയം വിധിച്ച് കള്ളന്മാരായ ഇതുപോലെയുള്ള ഗുണ്ടാപാസ്റ്റർമാരുടെ പുറകെ ഓടാതെ ഉള്ള അവസ്ഥയിലും ആസ്തിയിലും ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. നിങ്ങൾ മറ്റുള്ളവൻ്റെ ആർഭാട ജീവിതം അനുകരിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങുന്നത്. മറ്റുള്ളവരെ തുറന്നു നിന്ന് ജീവിക്കുന്ന ഈ കള്ള പാസ്റ്റർമാർ സ്റ്റാറ്റസിൻ്റെ സിമ്പലായി കോട്ട് വിട്ടുകൊണ്ട് തെങ്ങിക്കയറാനും റബ്ബർ വെട്ടാനും പോകാത്ത കാലത്തോളം നിങ്ങളെ കൊന്നു തിന്നും കൊള്ളയടിച്ച് ഇവന്മാർ ജീവിക്കത്തുള്ളൂ. പ്രധാനമായിട്ട് എനിക്ക് ഈ കള്ള പ്രവാചകനോടും കള്ള ഗുണ്ടാപാസ്റ്ററിനോടൊക്കെ ചോദിക്കാനുള്ളത്, എടാ നിനക്കൊക്കെ നാണമില്ലേ? ഈ പാവം പിടിച്ച മൊണ്ണകളെ പറ്റിച്ചും ചതിച്ചും
തിന്ന് ചീർക്കാനായിട്ട് നാണമില്ലയോ? എടാ, സ്വന്തം മക്കൾക്കെങ്കിലും അധ്വാനിച്ച്, കൈയും കൊണ്ട് അധ്വാനിച്ച്, അല്ലെങ്കിൽ ഒരു വാഴയെങ്കിലും കുഴിച്ച് വെച്ച്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ചെയ്ത് ശാലം ഒരു നേരത്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കടാ, വല്ലവനും ചതിച്ചും പറ്റിച്ചും ജീവിക്കാതെ. ഇപ്പോൾ തരികിട താര് തൊട്ട് ഈ ഗുണ്ടാ പാസ്റ്റർ വരെ ഇപ്പോൾ പല കാര്യങ്ങളും ലൈവ് കട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഇവനൊക്കെ സത്യസന്ധമായ സുവിശേഷ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ ലൈവ് കട്ട് ചെയ്യാതെ അങ്ങ് സംസാരിച്ചാൽ പോരെ. അപ്പോൾ ഇവനൊക്കെ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവന്മാർക്ക് തന്നെ അറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വെറുതെ നിങ്ങളുടെ അവസ്ഥ വഷളാക്കി നിങ്ങൾ കിടപ്പാടം പോലും ഇല്ലാതെ റോഡിൽ ഇറങ്ങേണ്ട അവസ്ഥ ഈ കള്ളപ്രവാചകന്മാരുടെ പുറകെ ഓടി ഉണ്ടാക്കി വെക്കരുത്. അവസാനമായി ഒരു അപേക്ഷയുള്ളത്, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒരു ശകല സമയം വിശുദ്ധ തിരുവചന സത്യങ്ങൾ വായിക്കുവാൻ സമയം കണ്ടെത്തുക. അങ്ങനെ നിങ്ങളുടെ തലയിൽ ഒരു ശകലം വെളിച്ചം ഉദിച്ച നിങ്ങളുടെ കുടുംബം പ്രകാശിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.